ഹായ് ഫ്രണ്ട്സ്, ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ മോഹൻ. ഇന്ന് നമുക്ക് വെജിറ്റബിൾ പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കഴുകി വൃത്തിയാക്കിയ 2 കപ്പ് ബസ്മതി അരിയാണിത്. ഞാനിതിനെ 20 മിനിറ്റോളം സോക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാനൊരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ചിട്ട് അതിലേക്ക് 3.5 കപ്പ് വെള്ളം ഒഴിക്കുന്നു. 2 കപ്പ് അരിക്കാണ് ഞാൻ 3.5 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് ഞാനിനി കുറച്ച് സ്പൈസസ് ചേർക്കാൻ പോവുകയാണ്. ഇതിന് വേണ്ടുന്ന സ്പൈസസ്: പട്ട, ബേ ലീഫ്, ഗ്രാമ്പു, ഏലക്ക, നെയ്യ്, ഉപ്പ് ഏതുമാകാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഹിമാലയൻ സോൾട്ടാണ്. വെള്ളത്തിലേക്ക് ഞാൻ ഈ സ്പൈസസ് ആഡ് ചെയ്യുന്നു. ഞാൻ ഈ ചേരുവകളെല്ലാം വെള്ളത്തിൽ ഇട്ട് ഒന്ന് ഇളക്കുന്നു. സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഇതിനെ ഒരു മൂടി വെച്ച് അടയ്ക്കുന്നു. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ അരി ഇതിലേക്ക് ചേർക്കുന്നു. ഒരു തവി വെച്ച് ഞാനിതിനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ്. ഇനി മൂടി വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. ഏതാണ്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഇളക്കുകയാണ്. ഇനി ഒരു മൂടി വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് അരി വേവാൻ അനുവദിക്കുക. ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. സ്പൈസസ് അധികം സ്ട്രോങ് ആവാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം ഞാൻ മാറ്റുകയാണ്. ചോറ് തണുക്കാനായി ഞാനൊരു വിസ്താരമുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ്. തവി വെച്ച് ഞാൻ ചോറെല്ലാം നിരത്തി കൊടുക്കുകയാണ്. ഇത് ഗ്രെയിൻസ് ഒന്നും പൊടിയാതിരിക്കാൻ സഹായിക്കും. ഞാനിനി വെജിറ്റബിൾ കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനായി ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ഉപയോഗിക്കുന്നു. പച്ചമുളക് നീളത്തിലരിയുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുക്കുന്നു. ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളിയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ഫ്രോസൺ വെജിറ്റബിളാണ് ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നു. ഞാൻ വെജിറ്റബിളിനെ ഥോ ചെയ്യുന്നില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഞാനിതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുന്നു. ഞാനിതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. ഞാനിതിനെ ഒരു മൂടി വെച്ച് അടച്ചിട്ട് വേവിക്കുന്നു. ഇന്ന് ഞാൻ ബിരിയാണി പുലാവ് മസാലയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റൗവിന് മുകളിൽ ചൂടായിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഞാൻ അല്പം നെയ്യ് ഒഴിക്കുന്നു.
നെയ്യ് ചൂടായതിന് ശേഷം ഏലക്ക, പട്ട, ഗ്രാമ്പൂ എന്നിവ ഇടുക. ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചൂടായ നെയ്യിൽ വഴറ്റുന്നു. ഇപ്പോൾ സ്പൈസസിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇതധികം മൂത്ത് പോകാതെ നോക്കണം. നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും മുളകും ഇതിലേക്ക് ഇടുന്നു. ഉള്ളിയും പച്ചമുളകും ഇതിലിട്ട് കുറച്ചു നേരം വഴറ്റുന്നു. ഉള്ളി മൂത്ത് അധികം ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ വേവാൻ വെച്ചിരുന്ന വെജിറ്റബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ നന്നായി കുക്കായി വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. പിന്നെ ഇനി ഫ്രൈയിങ് പാനിലേക്ക് മാറ്റാം. ഞാൻ ഇതിനെയെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നു. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. മാറ്റി വെച്ചിരുന്ന ചോറ് തണുത്തിട്ടുണ്ട്. ചോറിനി വെജിറ്റബിളിലേക്ക് ചേർക്കാം. ഇനി വെജിറ്റബിളും റൈസും ഉടയാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പുലാവ് മസാല ആഡ് ചെയ്യുകയാണ്. ചോറ് അധികം ഉടഞ്ഞു പോകാതെ മസാല നന്നായി മിക്സ് ചെയ്യുക. മസാല ചേർക്കുന്നതിനാൽ ഇതിൻ്റെ നിറം അല്പം ഓഫ് വൈറ്റ് ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിനായി കാഷ്യൂസും ക്രേസിൻസും നെയ്യും ആവശ്യമാണ്. ചൂടായ ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് കാഷ്യൂസ് ആഡ് ചെയ്യുക. ഇതിനെ ഫ്രൈ ചെയ്യുക. ഞാനിതിലേക്ക് ഒരല്പം റൈസിൻസ് ആഡ് ചെയ്യുകയാണ്. ബ്ലാക്ക് റൈസിൻസും ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലോട്ട് മാറ്റാം.
ഒരു ഗാർണിഷായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൈസിലേക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ സെർവ് ചെയ്യാൻ റെഡിയാണ്. ഇതാണ് നമ്മളിന്നുണ്ടാക്കിയ സ്വാദിഷ്ടമായ വെജിറ്റബിൾ പുലാവ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.